നിങ്ങൾ വണ്ടി എടുത്ത് വാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്, അപ്പം തന്നെ ഓണാക്കി എടുക്കുവാണ്. ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഇന്നാണ് നമ്മൾ 5ാം മാസത്തെ സ്കാനിങ്. ഒരു മിനിറ്റ്. 22 ആഴ്ചയായി. അപ്പോൾ ഇന്നാണ് ഡേറ്റ് വന്നത്. പെരുന്നാളിൻ്റെ അന്നായിരുന്നു ഡേറ്റ്. പെരുന്നാളായതുകൊണ്ട് ഞാൻ വിളിച്ച് ഡേറ്റ് മാറ്റിയതാണ്. ടെൻഷനുണ്ട്. ഒന്നും ഇല്ലാതിരിക്കട്ടെ. എന്തായാലും പോയിട്ട് വിവരം പറയാം. അപ്പോൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്ന് തന്നെയാണ് കേട്ടോ ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചിട്ടാണ് പോകുന്നത്. ഫുഡ് കഴിച്ച് ഗ്ലൂക്കോസ് പൊടി കുടിച്ചിട്ട് പിന്നെ 2 മണിക്കൂറത്തേക്ക് ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് വന്നപ്പോൾ തന്നെ ഗ്ലൂക്കോസ് പൊടിയൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു കവറ്, വലിയൊരു കവറായിരുന്നു കേട്ടോ. മൊത്തം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് മൊത്തം കുടിച്ച്. വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും ഒരു മധുരവും പുളിയൊക്കെ കൂടെ ചേർന്നിട്ട് ഒരുമാതിരിയായിരുന്നു. എങ്ങനെയൊക്കെ ഞാൻ ആ ഒരു കവർ ഫുള്ള് കുടിച്ച്. അത് കുടിച്ചതിന് ശേഷം വേറെ ഒന്നും കഴിക്കരുത് 2 മണിക്കൂറത്തേക്കൊന്ന്, അതായത് ബ്ലഡ് കൊടുക്കുന്നത് വരെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ വെള്ളത്തിന് നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചു വെച്ചു. എനിക്ക് വിശപ്പില്ലായിരുന്നു, കാരണം രാവിലെ 3 ചപ്പാത്തി കഴിച്ചിട്ടാണ് ഞാൻ ഈ ഗ്ലൂക്കോസ് പൊടി കുടിച്ചത്. ചപ്പാത്തി കഴിച്ചാൽ പൊതുവെ എനിക്ക് അങ്ങനെ വിശക്കാറില്ല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് വിശക്കും കേട്ടോ. അങ്ങനെ ദാഹിച്ചിട്ടും പിടിച്ചു വെച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു 11:40 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 മണിക്കാണ് ഞാൻ ഈ ഗ്ലൂക്കോസ് പൊടി കുടിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു 10-15 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് കറക്റ്റ് 12 മണിയാകുമ്പോൾ നമുക്ക് ബ്ലഡ് എടുക്കാമെന്ന് പറഞ്ഞ്. ശരിക്കും എനിക്ക് സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഡോക്ടർ തന്നത് 28-ാം തീയതി ആയിരുന്നു കേട്ടോ. 27-ാം തീയതി പെരുന്നാൾ, 28-ന് വന്നോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ തന്നത്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് പെട്ടെന്ന് 28-ാം തീയതി പെരുന്നാളെന്നുള്ള ന്യൂസ് ഞാൻ കണ്ടത്. അത് കണ്ട ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അത് 26-ാം തീയതിയിലേക്ക് മാറ്റി തരുവാൻ ചോദിച്ചു. അങ്ങനെ അവർ മാറ്റി തന്നിട്ട്, കാരണം പെരുന്നാളായിട്ട് എന്തായാലും നല്ലൊരു ദിവസമല്ലേ, നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ ടൈം കളയാൻ പറ്റത്തില്ലല്ലോ. എനിക്കറിയാം ഈ ഒരു ദിവസം പോയാൽ നല്ലപോലെ സമയം എടുക്കും, രാത്രിയാകാതെ വീട്ടിൽ വരത്തില്ലെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ 26-ാം തീയതിയിലേക്ക് ആക്കിയതാണ് കേട്ടോ. അങ്ങനെ ലാബിൽ ചെന്ന് ബ്ലഡൊക്കെ കൊടുത്ത് പിന്നെ യൂറിന് കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തിട്ട് അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ബേക്കറിയിൽ വന്ന് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മിനറൽ വാട്ടർ ആയിട്ടാണ് കുടിച്ചത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അത്രയും നേരം വയറൊഴിഞ്ഞിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഷിനാജ് ഒരു സമൂസയും കട്ട്ലൈറ്റും പിന്നെ അനാറിൻ്റെ ഒരു ജ്യൂസുമാണ് കുടിച്ചത്. ഞാൻ ആ കട്ട്ലേറ്റിൽ നിന്ന് ചെറുതായിട്ടൊരു കുഞ്ഞ് കഷ്ണം എടുത്ത് ടേസ്റ്റ് നോക്കാൻ, എന്നിട്ട് ഞാനത് തിന്നില്ല. ഞാൻ ആ ഒരു കുപ്പി വെള്ളം തന്നെയാണ് കുറച്ച് കുടിച്ചത്. ഷിനാജ് കുറേ പറഞ്ഞു നീ എന്തെങ്കിലും കഴിച്ചോ, ജ്യൂസ് കുടിച്ചോ എന്നൊക്കെ. അപ്പോൾ സമയം ഒരു 12:15 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബ്ലഡ് യൂറിനും കൊടുത്തില്ല, അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് വന്ന് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് ആയി എന്നും പറഞ്ഞ് വിളിച്ച്. ഫോണുള്ളത് കൊണ്ട് പിന്നെ വലിയ പോസ്റ്റൊന്നും ഇല്ലായിരുന്നു. ഇത് ഷിനാജിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ആളുടെ വൈഫും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർക്ക് സ്കാനിങ് ആണ്, അതിന് വേണ്ടിയിട്ട് വന്നപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് കിട്ടി കേട്ടോ. ഇനി ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി. ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടി. ഇനി സ്കാനിങ് 4:15 ചെല്ലാനാണ് പറഞ്ഞത്. ഇപ്പോൾ 2:30 ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഫുഡ് കഴിച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം സമയമായിരിക്കും, ആകുമായിരിക്കും. ഇനി വീട്ടിലോട്ട് എന്തായാലും പോകണില്ല, കാരണം പോയിട്ട് പിന്നെ വരാനുള്ളൊരു സമയമില്ല. അപ്പം ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാൻ മീൽസാണ് പറഞ്ഞത്, ഷിനാജ് വേറെന്തോ. ഞാൻ വെറും വെള്ളം മാത്രം കുടിച്ചാണല്ലോ ഇരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു മീൽസും ഷിനാജ് മധുഹൂത്തും കേട്ടോ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നാടൻ ഫുഡിനോടാണ് എനിക്ക് താല്പര്യം. എന്നാലും ഷിനാജിൻ്റെ അതിൽ നിന്ന് കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഞാൻ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാന്താരി അയിലെന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിനനുസരിച്ച് എരിവും ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ ബ്ലഡിൻ്റെ റിസൾട്ട് കിട്ടുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, ഷുഗറിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് 3 മന്ത്സ് ഷുഗർ കഴിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷുഗറും മസ്റ്റായിരുന്നു കേട്ടോ. അതായത് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഡെയിലി ഞാൻ ഡയറി മിൽക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി ഷുഗർ ലെവൽ എങ്ങാനും കൂടുതലാണോ എന്ന്. പക്ഷേ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഷുഗറൊക്കെ നോർമലായിരുന്നു. HB കുറവായിരുന്നു, അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഡോക്ടർ അത് കണ്ടാലും അതിനെപ്പറ്റി പറയുമെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഷിനാജിനോട് പറഞ്ഞ് HB കുറവാണ്, ഡോക്ടർ അതിനെപ്പറ്റി എന്തായാലും പറയുമെന്നൊക്കെ ഉള്ളത്. സ്കാനിങ്ങിൻ്റെ അവിടെ കയറി നമ്മൾ ടോക്കൺ എടുത്തിട്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര മണിക്കാണ് വരേണ്ടതെന്ന്. അപ്പോൾ ഒരു 4 മണി 4:15 ഏകദേശം സമയം പറഞ്ഞതാണ്. കറക്റ്റ് ആ സമയത്തൊന്നും കയറ്റത്തില്ല, ആളെ നോക്കി ഇറങ്ങുന്ന അനുസരിച്ചിരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പയ്യാണ് ഫുഡ് കഴിച്ചിറങ്ങിയത്. കാരണം സമയം നമുക്ക് ഒരുപാടുണ്ടല്ലോ. നമ്മൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാതെ ഇവിടെ വന്ന് കഴിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് അവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് അത്ര സുഖിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മണ്ണാർക്കാട് കോളേജിൻ്റെ അവിടെയുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. അടിപൊളി ഫുഡാണ്.
എന്തായാലും അവിടുത്തെ ഈ ഒരു സദ്യ ഉണ്ടല്ലോ അത് മസ്റ്റ് ട്രൈ ആണ്. കഴിച്ചിറങ്ങിയപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണിക്കൂർ നമുക്ക് പിന്നെയും ബാക്കിയാണല്ലോ. അപ്പോൾ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് 2 മാക്സി എടുക്കണമായിരുന്നു. എനിക്കിപ്പോൾ പാൻറ്റൊക്കെ ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ ഇലാസ്റ്റിക് ഉള്ളതുകൊണ്ടേ എന്തോ ഒരു ഇറിറ്റേഷനാണ് വയറിൻ്റെ അവിടെ ഇങ്ങനെ ഇത് ടൈറ്റായിട്ട് നിൽക്കുമ്പം. അപ്പോൾ ഞാൻ ഓർത്ത് 2 മാക്സി എടുത്താൽ വീട്ടിലിടാം, അതാകുമ്പോൾ നല്ല കംഫർട്ടബിളുമാണ്. ഞാൻ ഒരിക്കലും മാക്സിയിൽ കയറല്ലേ എന്ന് വിചാരിച്ച ആളാണ്, പക്ഷേ നമുക്ക് നമ്മുടെ കംഫർട്ടബിൾ അല്ലേ വലുത്. അതുകൊണ്ട് എടുത്തതാണ് ഒരു മാക്സിയും പിന്നെ ഒരു ഫുൾ ഫ്രോക്ക് പോലെ കിടക്കുന്ന ഒരു മെറ്റേണിറ്റി വെയർ. രണ്ടും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിട്ടാണ് വാങ്ങിച്ചത്. എനിക്കാണെങ്കിൽ അതിൻ്റെ ഓർമ്മയൊന്നും ഇല്ലായിരുന്നു. ഷിനാജാണ് എന്നോട് പറഞ്ഞത് എടുക്കുമ്പോൾ നീ എന്തായാലും അങ്ങനത്തെ എടുക്കും, നിനക്കിനി അങ്ങനത്തെ ആണല്ലോ യൂസ് ആവുന്നതെന്ന്. അപ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്ത പോയത്. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് എടുത്തിറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിലെത്തി. കറക്റ്റ് 4 മണിയായപ്പോഴാട്ടോ അങ്ങനെ വീണ്ടും 4 മണിയപ്പോൾ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ. ഇനി എപ്പോഴാണാവോ സ്കാനിങ്ങിന് കയറ്റുന്നത്. അത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടാൻ 1 മണിക്കൂറോളം എടുക്കും. ഇനി ഇതിനെത്ര മണിക്കൂറാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണണം. അല്ല, ഇന്നത്തെ ദിവസം തീർന്നു. ഡേ ഇൻ മൈ ലൈഫ് അറ്റ് അൽമ ഹോസ്പിറ്റലായി. ഇനിയാണ് ശരിക്കുള്ള ട്വിസ്റ്റ്. സ്കാനിങ് റൂമിൻ്റെ അവിടുത്തെ തിരക്കാണ്ടല്ലേ, നിങ്ങൾ ഇരിക്കാൻ പോയിട്ട് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. ഷിനാജിനെ പിടിച്ച് ഞാൻ എവിടെയോ ഒരു സീറ്റ് കണ്ടപ്പോൾ അവിടെ ഇരുത്തിയിട്ട് ഞാൻ സ്കാനിങ് റൂമിൻ്റെ ഉള്ളിലോട്ട് കയറി. കറക്റ്റ് 4:15 ആയപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. പക്ഷേ 6:30-7 മണിയപ്പോഴാണ് എന്നെ സ്കാനിങ്ങിന് കയറ്റിയത്. ഏകദേശം 3/4 മണിക്കൂറോളം ആ സ്കാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സ്കാനിങ് കഴിഞ്ഞിറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് കിട്ടിയത്. ആ ദിവസം അത്രയും തിരക്കുണ്ടായിരുന്നു. പറഞ്ഞ സമയത്ത് കയറാൻ പറ്റാഞ്ഞതും കാരണം വേറൊന്നുമില്ല, പെരുന്നാളായതുകൊണ്ട് എല്ലാവരും അന്നത്തെ ദിവസം ഉള്ളവരൊക്കെ നേരത്തെ ആക്കി. അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. നമ്മുടെ ബേബി ചരിഞ്ഞ് കിടക്കുമായിരുന്നു, അതുകൊണ്ട് ഹാർട്ടിൻ്റെ ആ ഒരു ഭാഗം മാത്രം കിട്ടിയില്ല, ബാക്കിയൊക്കെ കിട്ടി. ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞ്. ഇനി ഹാർട്ടിനെ കൂടെ കിട്ടാത്തതുകൊണ്ട് ഒന്നും കൂടെ 10-ാം തീയതി ഇനി വീണ്ടും എനിക്ക് സ്കാനിങ്ങിന് വരാം. എൻ്റെ ഡോക്ടർക്ക് എന്നെ കണ്ടപ്പോൾ മനസ്സിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ടെൻഷനൊന്നും അടിക്കണ്ട, മിക്ക പിള്ളേരും അങ്ങനെ തന്നെയാണ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടണമല്ലോ, അതുകൊണ്ടാണ് എന്തായാലും 10-ാം തീയതി ഒന്നും കൂടെ വന്ന് ചെയ്തോന്ന് പറഞ്ഞ പോലെ ബ്ലഡ് കുറവിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അതിനുള്ളൊരു ടോണിക്കും തന്ന്. അങ്ങനെ നമ്മളിത് വീട്ടിൽ പോവാണ്. 8 മണിയായി കഴിച്ച് ഞങ്ങളിനി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു. അപ്പം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഞാൻ നീട്ടുന്നില്ല, കാരണം ഞാൻ ഇരുന്നിട്ടില്ലേ, കാരണം അടുത്ത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് കാണാം.